ലെറ്റ്സ് മേക്ക് ബീഫ് റോസ്റ്റ്. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാണ്. പിന്നെ നീളത്തിലിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞ സവാള അന്ന് കുറച്ചെടുത്ത് നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കുക. അതിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നേരത്തെ കാണിച്ചു തന്ന ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലിയില. ഇപ്പം നമ്മൾ കരിവേപ്പില ഇടുന്നില്ല. പിന്നെ നമ്മൾ ഈ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മല്ലിപ്പൊടി ഈക്വൽ പ്രൊപ്പോർഷനിലാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, എല്ലാ മസാലയും കൂടെ ഇട്ടതിന് ശേഷം ഇങ്ങനെ നന്നായി കൈ കൊണ്ട് എന്താ പറയുക തടവി കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിലിവിടെ എന്താ പറയുക മസാലപ്പൊടി ഉണ്ടായതുകൊണ്ട് ഞാൻ ചിക്കൻ മീറ്റ് മസാലയും കൂടെ ചേർത്തതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഒരു 4 വിസിൽ വരെ അടിച്ച്. ഓരോ കുക്കറിനും ഓരോ രീതിയിലെ പ്രഷറാണ്, അതിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചെയ്യുന്നത്. കോക്കനട്ട് നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെയാണ്. ഇതിൽ ഒലിവ് ഓയിലിൽ ഞാൻ കുറച്ച് സവാളയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നല്ല പോലെ ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ആദ്യം വറുക്കുക. എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ആയാൽ നോക്കുക. പിന്നെ നമ്മൾ എല്ലാ മസാലപ്പൊടിയും നേരത്തെ കാണിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകം എല്ലാം ഇട്ട് നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പച്ചമണം മാറണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമ്മൾ ഗരം മസാല ഇട്ടുക. ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ബീഫ് എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യാവൂ. അതിന് മുമ്പ് ഇത് തക്കാളിയാണ്. തക്കാളി പേസ്റ്റാക്കിയത് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നല്ലപോലെ അതിൻ്റെ ഈ തക്കാളി പേസ്റ്റിൻ്റെ പച്ചമണം മാറണം. അതിനുശേഷം നമ്മുടെ ഈ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചതും കൂടെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഏത് പരുവത്തിലാണോ നമ്മളെ ബീഫ് റോസ്റ്റ് നമുക്ക് ആവശ്യം ആ രീതിയിലെടുക്കുക. പിന്നെ ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ വിചാരിക്കും തേങ്ങാപ്പാലാണ്. നോ, നെവർ. ഈ തേങ്ങാപ്പാലല്ല. മടിയുള്ളവർക്ക്, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ മടിയുള്ളവർക്കും എന്താ പറയുക, ഈ പശുവും പാലുണ്ടല്ലോ, നല്ല പശുവും പാലാണത്. പശുവും പാൽ ആഡ് ചെയ്തിട്ടും നമുക്ക് എന്തെങ്കിലും ഉപ്പ് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വാട്ടിയത്. പശുവും പാൽ ഇടുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിനേക്കാളും രുചിയാണ് പശുവും പാൽ ചേർക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ആ പശുവും പാലിൽ ഞാൻ കേഷ്നട്ട് അരച്ചതൊന്നും ചേർക്കുന്നില്ല, പശുവും പാല ചേർക്കുക. പിന്നെ അവസാനം ഇത്തിരി കുരുമുളക് ഇടണം. അതിനുശേഷം വീണ്ടും ഇങ്ങനെ വാട്ടിയെടുത്തതിന് ശേഷം കരിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ ആഹാരം സൂപ്പർ അടിപൊളി. സെർവ് ചെയ്യാൻ തുടങ്ങും.